മിഥുനമാസത്തിലെ അതികഠിനമായ വേനൽ കൊണ്ട് ഭൂമിയിലെ മണ്ണ് മുഴുവനും പഴുത്ത് കിടക്കുന്നുണ്ടാവും. അത്യുഷ്ണമാണ് സമയത്ത്. അങ്ങനെയുള്ള ആ ഒരു സമയത്ത് കർക്കിടക മാസത്തില് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മഴ വരാറുണ്ട്. പക്ഷെ അതികഠിനമായ മഴയായിരിക്കില്ല. ആദ്യം വരുന്നത് ചെറിയ ചാറ്റമഴയായിരിക്കും. ഈ ചാറ്റമഴയിലെ വെള്ളം തെറിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ നിന്നും നന്നായിട്ട് ആവി മുകളിലേക്ക് പഴുത്ത് പൊന്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ ആവി എന്ന് പറയുന്നത് അന്തരീക്ഷത്തെയും മനുഷ്യ ശരീരത്തെയും മൊത്തം മലിനീകരിക്കുന്ന സ്വഭാവമാണ് ഈ ആവിക്കുള്ളത്. കാരണം അന്തരീക്ഷത്തിലുള്ള വേണ്ടാത്ത വസ്തുക്കൾ, പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ടാവും. അത് ഈ ഉഷ്ണവായു മുകളിലേക്ക് പൊങ്ങുന്ന സമയത്ത് അത് ദുഷിച്ച് മനുഷ്യ ശരീരത്തിലെ അഗ്നി, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ തുടങ്ങി ഏത് കാര്യങ്ങളും അത് ദഹിച്ച് അന്നരസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്ന് പറഞ്ഞിട്ട് 7 ധാതുക്കളായിട്ട് ഇത് പരിണമിക്കണം. അപ്പൊ ഈ പരിണാമ പ്രക്രിയക്ക് അഗ്നി ആവശ്യമാണ്, ദഹിക്കാൻ തീ ആവശ്യമാണ്. ശരീരത്തിലുള്ള അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ദഹനരസം. അപ്പൊ ആ ദഹനരസം നശിച്ചു പോകുന്നു. അപ്പോൾ ഈ നശിച്ചു പോയ അഗ്നിയെ ശരിയാക്കി എടുക്കാനും, അഗ്നിക്ക് നാശം സംഭവിക്കുമ്പോൾ ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാന തത്വം തന്നെ വാതപിത്ത കഫങ്ങളെ ശരിയാക്കുക എന്നുള്ളതാണ്. അവരാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ആവശ്യകരമായ ചികിത്സകൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ്. അപ്പൊ ഈ 11 മാസം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിരിക്കുന്ന ആ ശരീരത്തിനെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ, ശരിക്കും പറഞ്ഞാൽ ജന്മനാ തന്നെ മനുഷ്യന് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നറിഞ്ഞ് ദൈവം നമുക്ക് തന്നൊരു അവസരമാണ് ഈ കർക്കിടക മാസം, കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. ആ ശരീരത്തെ ഒന്ന് നല്ല പുഷ്ടിപ്പെടുത്തി എടുക്കുക. അതായത് നമ്മുടെ വണ്ടികൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി സർവീസ് ചെയ്യും, അവർക്ക് ഓയിൽ മാറ്റി കൊടുക്കും, ഗ്രീസ് ഇടുന്നതാണെങ്കിൽ ഗ്രീസ് ഇടും. പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടി ഇതൊന്നും നമ്മൾ ആരും ചെയ്യാറില്ല. അത് നമ്മൾ ചെയ്യണം. അത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അത്യാവശ്യ കാര്യമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സീതാറാം ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഈ കർക്കിടക ചികിത്സയ്ക്ക് വേണ്ടതായ എല്ലാ ചികിത്സകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടുന്നതാണ്.